ഇന്ന് അതായത് 27/7/2024 തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷ കഴിഞ്ഞു. ആ പരീക്ഷയിൽ ചോദിച്ച 10 ഗണിത ചോദ്യങ്ങളുടെ ഉത്തരം മാത്രമല്ല, അതെങ്ങനെയാണ് ഉത്തരം എളുപ്പത്തിൽ കണ്ടുപിടിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, അതാണ് നമ്മൾ ഇന്നിപ്പോ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പോ തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യമാണ്, ഞാൻ വായിക്കാം. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിസ്കൗണ്ട് ശതമാനം. ഡിസ്കൗണ്ട് ശതമാനം കാണണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഡിസ്കൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനിവിടെ തന്നിട്ടുള്ള എന്താ? വിൽപ്പന വില തന്നിട്ടുണ്ട് 840 രൂപ. പിന്നെയോ വിറ്റ വിലയും തന്നിട്ടുണ്ട് 714 രൂപ. വിൽപ്പന വില 840 രൂപയും വിറ്റത് 714 രൂപയും ആണെങ്കിൽ ഡിസ്കൗണ്ട് എത്ര വരും? 840 നിന്ന് 714 കുറക്കണം. അങ്ങനെ കുറച്ചാല് 40 നിന്ന് 14 കുറച്ചാൽ 26, 800 നിന്ന് 700 കുറച്ചാൽ 100, അങ്ങനെ 126 രൂപ എത്രക്കാണ്? 840-നാണ്. ശതമാനം കാണാൻ 100 കൊണ്ട് കുടിക്കുക. അപ്പോ ഇത് വെട്ടി 126-നെയും 84-നെയും 42 കൊണ്ട് ഹരിക്കാൻ പറ്റും. 42 ഉണ്ട്. 126-നെയും 84-നെയും 42 കൊണ്ട് ഹരിക്കാൻ പറ്റും. 126-നെ 42 കൊണ്ട് ഹരിച്ചാൽ 3, 84-നെ 42 കൊണ്ട് ഹരിച്ചാൽ 2, 10-നെ 2 കൊണ്ട് ഹരിച്ചാൽ 5, 5 ഗുണിക്കണം 3 എത്രയാണ്? 15% ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഏത്? 11 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 66. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ എന്ന് പറയുമ്പോ 11 സംഖ്യയാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ കൂടെ ഒരു സംഖ്യ കൂടി ചേർത്തപ്പോ എത്രയായി? 12 സംഖ്യകളായി. അതിന്റെ ശരാശരി എത്രയാണ്? 72. ഓർമ്മിക്കാം, ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അത് സിമ്പിൾ ആണ്, നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നേരത്തെ 11 സംഖ്യയുണ്ട്, ഇതിന്റെ കൂടെ ഒന്നുകൂടി ചേർത്തപ്പോൾ 12 എന്നത് മനസ്സിലുണ്ടായാൽ ഈ ഉത്തരം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എങ്ങനെ കാണാം? 11 ഗുണിക്കണം 66 കാണണം. 66-നെ 11 കൊണ്ട് ഗുണിക്കാൻ എന്താ വഴി? 660-ന്റെ കൂടെ ഒരു 66 കൂടെ കൂട്ടിയാൽ മതി. 726. 72-നെ 12 കൊണ്ട് ഗുണിക്കുമ്പോ 12 2 24, 2 ബാക്കി 12 7 84 2 86. 11 സംഖ്യകളുടെ ആകെ 726, 12 സംഖ്യകളുടെ ആകെ 864. ഇനി പുതുതായിട്ട് വന്ന സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കാൻ 726 864 കുറച്ചാൽ മതി. 64-ന് 26 കുറച്ചാൽ എത്ര വരും? 38. 800-ൽ നിന്ന് 700 കുറച്ചാൽ 100, 138 ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ. മൂന്നാമത്തെ ചോദ്യം, ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടിവരും? ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ എത്രയാ? 1 മണിക്കൂർ 30 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ. ഓക്കെ, 2 പൈപ്പുകളാണെങ്കിൽ എത്ര സമയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓരോ പൈപ്പും 1.5 മണിക്കൂർ എടുക്കുന്നു എന്നാണല്ലോ.
അപ്പൊ 3 പൈപ്പും കൂടി ആകെ എത്ര സമയം വരും? 4.5 മണിക്കൂർ വരും അല്ലെ? 4 മണിക്കൂർ 30 മിനിറ്റ്. ശ്രദ്ധിക്കണേ, 4 മണിക്കൂർ 30 മിനിറ്റ്. അപ്പൊ രണ്ടാമത് എന്ത് വരും? 4 മണിക്കൂറിന്റെ പകുതിയും 30 മിനിറ്റിന്റെ പകുതി. 4 മണിക്കൂറിന്റെ പകുതി എത്രയാണ്? 2 മണിക്കൂർ 15 മിനിറ്റ്. ഓപ്ഷൻ ഡി 2 മണിക്കൂർ 15 മിനിറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? ഇവിടെ തന്നിരിക്കുന്ന സമവാക്യം എന്താണ്? 2k+1 ഗുണിക്കണം 2:5 സമം 2:7. 2k+1 ഇൻറ്റു 2/5 സമം 2/7. ഇതിൽ കെയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. കൃത്യങ്ങളുടെ ഗുണനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നേരത്തെ പഠിച്ചിട്ടുണ്ട്. a⁻m ഗുണിക്കണം a⁻n സമം a⁻m+n. അത് ഓർമ്മിക്കുക, അത് മനസ്സിലുണ്ടാകണം. എന്താ വെച്ചാൽ ഇവിടെ പ്ലസും ഗുണിക്കണമൊക്കെ തന്നിട്ട് ഒരാശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കൂടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. 2 ഘാതം 7 എങ്ങനെ കിട്ടിയത്? 2/5 2 എത്രയോ ഗുണിച്ചു, അങ്ങനെയാണ് 2/7 കിട്ടിയത്. അപ്പോ ഇവിടെ a⁻m ഗുണിക്കണം a⁻n സമം a⁻m+n ആണല്ലോ, കൂട്ടുകയാണല്ലോ വേണ്ടത്. അപ്പൊ ഘാതകം തമ്മിൽ കൂട്ടിയിട്ടാണ് 7 കിട്ടിയത്. അതായത് 5 എന്തോ കൂട്ടിയിട്ടാണ് 7 കിട്ടിയത്. 5 എത്ര കൂട്ടിയാൽ 7 കിട്ടുക? 2 ആണല്ലേ. അപ്പൊ 2 വേണ്ടത്. അതില് 1 ഇവിടെ ഉണ്ട്. പിന്നെന്താ 2 കിട്ടാൻ? k സമം 1. അത്രയേ ഉള്ളൂ. അതായത് ഓപ്ഷൻ എ തന്നെയാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കുവാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്താ? ഒന്ന്, എ ഒരു ജോലി ചെയ്യാൻ 20 ദിവസം എടുക്കും. പിന്നെയോ എയും ബിയും കൂടി a+b രണ്ടാളും കൂടി ഒരുമിച്ച് ചെയ്യാൻ 12 ദിവസം എടുക്കും. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബി മാത്രമാണെങ്കിൽ, ഇവിടെ ഇപ്പം എ മാത്രമാണെങ്കിൽ 20 ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും കൂടി 12 ദിവസം പറഞ്ഞിട്ടുണ്ട്. ബി മാത്രമായി എത്ര ദിവസം എടുക്കും എന്നാണ്. അപ്പൊ അതിന്റെ ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ബി എത്ര ദിവസം എടുക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല്, തന്നിരിക്കുന്ന ദിവസം കൊണ്ടല്ലോ അതിന്റെ ലസാഗു കാണുക. 20ന്റെയും 12ന്റെയും ലസാഗു എത്രയാണ്? 20 12 അടങ്ങുന്ന ഏറ്റവും ചെറിയ സംഖ്യ 60. യെസ്, അത് കിട്ടിയാൽ ഇതിന്റെ ഉത്തരമായി. അതല്ലേ ഉത്തരം? ഇത് കിട്ടിയാൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാമെന്നാണ് പറഞ്ഞത്. അതെന്താ? ഇപ്പം 60 ജോലിയാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. 20 ദിവസം കൊണ്ട് ചെയ്യുമ്പം ഒരു ദിവസം എത്ര ജോലി ചെയ്യുന്നു? 3 ജോലി ചെയ്യുന്നു. അതായത് നമ്മൾ 60 ജോലിയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സങ്കല്പിച്ചാണേ, അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടി, കണക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അത് മനസ്സിലാക്കിയാൽ മതി. അതിന് ചെയ്തത് 20 12 അതിന്റെ ലസാഗു കണ്ടതാണ് 60. അത് കിട്ടിക്കഴിഞ്ഞാൽ സുഖമാണ്. ഓരോ ദിവസവും എ എത്ര ജോലി ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 3 ജോലി ചെയ്യുന്നു എന്ന് പറയാം. എയും ബിയും കൂടി എത്ര ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോഴോ, എയും ബിയും കൂടി എത്ര ജോലി ചെയ്യുന്നു? 60നെ 12 ഹരിക്കുക അല്ലെ. ഇവിടെ ഇപ്പൊ 60നെ 20 ഹരിച്ചപ്പോ 3 കിട്ടി. അതുപോലെ 60നെ 12 ഹരിച്ചപ്പോ 5 കിട്ടി. സിമ്പിൾ ആയില്ലേ? എ എടുക്കുന്നത് 3 ജോലി ഒരു ദിവസം, എയും ബിയും കൂടി എടുക്കുന്നത് 5 ജോലി. അപ്പൊ ബി എത്ര ജോലി എടുക്കും? 2 ജോലി എടുക്കും. എ 3 ജോലിയാണ് എടുക്കുന്നത്, ബി 2 ജോലിയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ദിവസം കണ്ടുപിടിക്കാൻ എന്താ വഴി?
ഇത്രയേ ഉള്ളൂ. മൊത്തം 60 ജോലിയാണല്ലോ. ആ 60 ജോലി ബി ചെയ്യുന്നത് ഒരു ദിവസം 2 ജോലിയാണ്. അപ്പൊ 30 ദിവസം വേണം. ഇതാണ് ഇതിന്റെ ഉത്തരം. സി, ഓപ്ഷൻ സി, 30 ദിവസം. ഓക്കെ, അടുത്ത ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക. 25,631, 52,163, 33,442, 34,424. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ട് അതില് ഒറ്റയാൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഓപ്ഷൻസ് ഞാനിവിടെ എഴുതാം. 25,631, 52,163, 33,442, 34,424. ഈ 4 ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 2, 5, 6, 3, 1, 2, 5, 6, 3, 1. അതേപോലെ ഇവിടെയും ഇതെങ്ങനെയാ, ഇത് നമ്മൾ എന്താ പെട്ടെന്ന് ഒറ്റ മനസ്സിലായില്ല അല്ലെ? പക്ഷെ ഒന്ന് ശ്രദ്ധയോടെ, നമ്മുടെ കണ്ണാണ് ഇതിൽ വേണ്ടത്. ഒറ്റയാനെ കണ്ടെത്തുമ്പോൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കണം നമ്മുടെ കണ്ണാണ്. കണ്ടുപിടിക്കും, പെട്ടെന്ന് തന്നെ ഒറ്റ ഓട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിയണം. ഇതിന്റെ പ്രത്യേകത 2, 5 കൂടെ കൂട്ടിയാൽ 7, 6, 3, 1 കൂടെ കൂട്ടിയാൽ 10. ഇവിടെയും 2, 5 കൂടെ കൂട്ടിയാൽ 7, 3, 6, 1 കൂടെ കൂട്ടിയാൽ 10. ഇവിടെയും 3, 4 കൂടെ കൂട്ടിയാൽ 7, 4, 2, 4 കൂടെ കൂട്ടിയാൽ 10. 3 എണ്ണത്തിൽ അങ്ങനെ ഒരേ സാമ്യതയുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് 3, 3 കൂടെ കൂട്ടിയാൽ 6 വരുന്നു, 4, 4, 2 കൂടെ കൂട്ടിയാൽ 10. ഇവിടെ മാത്രം ശരി, ഇവിടെ തെറ്റിപ്പോയി. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ്. 33,442 ഇതിലുള്ള ഒറ്റയാണ്. അടുത്ത ചോദ്യം. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? ഏത് ദിശയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ദൂരം എന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ ദിശ കണ്ടുപിടിച്ചാൽ മതി. അതിന് എപ്പോഴും ഈ ഇത്തരം ചോദ്യം കിട്ടുമ്പോൾ എപ്പോഴും പ്രതീക്ഷിക്കാം ഇത്തരം ചോദ്യം. ഇങ്ങനെ ദിശയോ അല്ലെങ്കിൽ ഇങ്ങനെ തെക്കോട്ട് പോയി വടക്കോട്ട് പോയി എന്നൊക്കെ ചോദ്യം തന്നിട്ട് ഒന്നുകിൽ അതിന്റെ ദൂരം കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഇതേപോലെ ദിശ കണ്ടുപിടിക്കാൻ പറയും. എങ്ങനെയാണെങ്കിലും ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാലോ? ഇതിന്റെ ഒരു റഫ് ചിത്രം വരയ്ക്കുക. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അങ്ങനെ ചിത്രം വരക്കുമ്പോൾ തന്നെ ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടുകയും ചെയ്യും. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് എങ്ങനെ പോവുക? ഒരു മാപ്പില് മോളോട്ടേക്ക് പോകും. അപ്പൊ മോളോട്ടേക്ക് പോയി വടക്കോട്ട് പോയി എത്ര? 8 കിലോമീറ്റർ. അതിനുശേഷം പിന്നീട് വലത്തോട്ട് തിരിയാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോയി. വലത്തോട്ട് തിരിയുമ്പോൾ എങ്ങോട്ടാ തിരിയേണ്ടത്? ഏത് ഭാഗത്തേക്കാ? ഇങ്ങോട്ടേക്കാണോ ഇങ്ങോട്ടേക്കാണോ? അങ്ങോട്ടേക്കാണ് അല്ലേ? അപ്പൊ വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. ഇതാണ് വലത്ത്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഇത് അങ്ങോട്ടായതുകൊണ്ടാണ്. തിരിച്ചാണെങ്കിൽ വലത്തോട്ട് ഇങ്ങോട്ടേക്ക് വരും. അത് ഓർമ്മിച്ചാൽ മതി. ഇതിപ്പം വലത്തോട്ടായതുകൊണ്ട് വടക്കോട്ട് പോയി വലത്തോട്ടാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. എത്രയാ? 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ്. ഇപ്പൊ വലത്തോട്ട് തിരിയുമ്പോൾ നമ്മള് ഇങ്ങനെ പോയിട്ട് വലത്തോട്ട് തിരിയുമ്പോൾ എങ്ങോട്ടേക്കാ വരിക? ഇങ്ങോട്ടേക്ക്, താഴോട്ടേക്ക് വരും. ഇതാണ് വലത്തോട്ട്. അത് 1 കിലോമീറ്റർ. അപ്പൊ ചോദ്യം എന്താ? ഇപ്പോൾ യാത്ര എങ്ങോട്ടേക്കാണ് പോകുന്നത്? താഴോട്ടേക്കാണല്ലോ പോകുന്നത്. മുകളിലോട്ടേക്ക് പോകുമ്പോൾ അതെന്താണ്? വടക്ക്. താഴോട്ടേക്ക് വരുമ്പോ എന്താണ്? അത് തെക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടോ? തെക്കാണ് ഇതിന്റെ ഉത്തരം. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ചോദ്യം. ഹലോ എന്ന വാക്കിന് HELLO എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്ത്? നമുക്ക് ഇവിടെ എഴുതി നോക്കാം. ഹലോ HELLO, അതിന്റെ കോഡ് എന്താണ്? KHOOR. എന്നിട്ട് ഏത് വാക്കിന്റെ കോഡ് കണ്ടുപിടിക്കണം? വേൾഡ്, WORLD.
അപ്പൊ ഇതിന്റെ കോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ വാക്കും അതിന്റെ കോഡും തമ്മിലുള്ള ബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെ നമ്മുടെ കണ്ണാണ്. കണ്ണുകൊണ്ടൊന്നും നമ്മുടെ കണ്ണാണ് നല്ല സൂക്ഷ്മമായ ഒരു ശ്രദ്ധ ഉണ്ടാവുമെങ്കിൽ പെട്ടെന്ന് കിട്ടും. എച്ചും കെയും തമ്മിലുള്ള ബന്ധം തന്നെയാണ് ഇയും എച്ചും തമ്മിലുള്ളത്. അത് തന്നെയാണ് എല്ലും ഒയും തമ്മിലുള്ളത്. ഇവിടെ രണ്ടും അതേ തന്നെയാണ് ഓയും ആർ തമ്മിലുള്ളത്. അതെന്താ? കെ വരുന്നത് എങ്ങനെയാ? എപ്പോഴാണ്? ഐ ജെ അല്ലേ? ഐ ജെ കഴിഞ്ഞ ശേഷമാണ് കെ വരുന്നത്. അതായത് രണ്ടക്ഷരം കഴിഞ്ഞ ശേഷം. അതുപോലെ തന്നെയാണ് ഇവിടെ ഇ കഴിഞ്ഞിട്ട് എഫും ജിയും കഴിഞ്ഞിട്ടാണ് എച്ച് വരുന്നത്. എല്ല് വരുന്നത് എങ്ങനെയാ? എമ്മും എന്നും കഴിഞ്ഞിട്ടാണ് ഒ വരുന്നത്. ഇവിടെ രണ്ടിടിക്കും. ഇവിടെ എങ്ങനെ വരുന്നത്? ഒ കഴിഞ്ഞിട്ട് പിയും ക്യൂവും കഴിഞ്ഞിട്ടാണ് ആർ വരുന്നത്. ഒരക്ഷരത്തിൽ നിന്ന് രണ്ട് അക്ഷരം ചാടിയ ശേഷം മൂന്നാമത്തെ അക്ഷരമാണ് ഇതിന്റെ കോഡായിട്ട് വന്നിട്ടുള്ളത്. അതാണ് എന്റെ ചുരുക്കം. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു എക്സ് വൈ സെഡ് ആണ് ആദ്യത്തെ വരുന്നത്. ഓക്ക് പകരം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ആറ് തന്നെ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആറിന് പകരം എസും ടിയും കഴിഞ്ഞ് യു വരും. എല്ലാവുമ്പോ ഇതാ ഇവിടെ തന്നിട്ടുണ്ട് ഓ. ഡി ആണെങ്കിൽ ഇയും എഫും കഴിഞ്ഞ് ജി വരും. അപ്പൊ എന്താ വരുന്നത്? സെഡ് ആർ യു ഒ ജി. സെഡ് ആർ യു ഒ ജി ഇതിലുണ്ടോ? ഉണ്ട്. ഡി സെഡ് ആർ യു ഒ ജി. ഓപ്ഷൻ ഡി ആണ് എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്തത്, തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ നാലാമത്തെ സംഖ്യ ഏത്? 4 7 12. 4 7 12 അതിലെ നാലാമത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര സിമ്പിൾ ആണ്. ഇവിടെ 4ഉം 3ഉം കൂടെ കൂട്ടിയാൽ 7, 7ഉം 5ഉം കൂടെ കൂട്ടിയാൽ 12, 12ഉം 7ഉം കൂടെ കൂട്ടണം. എത്ര വരും? 19 ആണ് ഇതിന്റെ ഉത്തരം. ഓപ്ഷൻ എ തന്നെ. അടുത്തത് ലാസ്റ്റ് 10ാമത്തെ ചോദ്യം. എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഹരണം എന്ന ചിഹ്നത്തെയും ഡി ഗുണനം എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ 18A 12C 6D 2B 5 എത്ര? അപ്പൊ ഇത് കണ്ടുപിടിക്കണം. ഇവിടെ ഇത് ഡീകോഡ് ചെയ്യണം. ABCD എന്ന അക്ഷരങ്ങള് മാറ്റി സങ്കലനം, ഗുണനം, ഹരണം, വ്യവകലനം ഒക്കെ മാറ്റണം. അതാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ അങ്ങനെ ഒന്ന് മാറ്റി എഴുതി വെക്കുക. അപ്പൊ 18 എക്ക് പകരം എന്താണ്? പ്ലസ്. അത് കഴിഞ്ഞാൽ 12 സിക്ക് പകരം എന്താണ്? ഹരണം. 6 ഡിക്ക് പകരം എന്താണ്? ഗുണനം. അത് കഴിഞ്ഞാൽ 2 ബിക്ക് പകരം എന്താണ്? വ്യവകലനം. എന്നിട്ട് 5. ശരിയല്ലേ? 18 12 6 2 5. അതില് ഇത് എ പ്ലസ് സി ഹരണം ഡി ഗുണനം ബി വ്യവകലനം. ഓക്കെ, അത് റെഡി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോ എങ്ങനെ ചെയ്യാം? ആദ്യം എന്ത് ചെയ്യണം? ഇതില് ഹരണം ചെയ്യണം, എന്നിട്ട് ഗുണനം ചെയ്യണം, എന്നിട്ട് സങ്കലനത്തിലേക്ക് പോകണം, എന്നിട്ട് വ്യവകലനത്തിലേക്ക് പോകണം. അപ്പൊ ഫസ്റ്റ് ഇതാണ് ഹരണം, അത് കഴിഞ്ഞാൽ ഗുണനം, അത് കഴിഞ്ഞാൽ മൂന്നാമത്തത് സങ്കലനം, അവസാനമാണ് വ്യവകലനം. അത് ഓർമ്മിച്ചാൽ മതി. ഇത് ഡീകോഡ് ചെയ്താൽ മാത്രം പോരാ, അതെങ്ങനെയാണ്, ഏത് ക്രിയയാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് കൂടി നോക്കണം. എന്നാൽ ഉത്തരം ശരിയാവും, ഇല്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും. ആദ്യം നമുക്ക് 12 ഹരിക്കണം 6 എത്ര വരും? ഇപ്പൊ 18 പ്ലസ് 12 ഹരിക്കണം 6 2, അതിനുശേഷം 2 ഗുണിക്കണം 2 4 മൈനസ് 5. 18 4 22 മൈനസ് 5 എത്ര വരും? 17 ആണ് ഇതിന്റെ ഉത്തരം. ഓപ്ഷൻ ബി. അപ്പൊ 10 ചോദ്യവും ഇവിടെ എന്റെ ഉത്തരം എനിക്ക് ആകുന്നത് പോലെ ലളിതമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു അഭ്യർത്ഥന ഉണ്ട്. ഇതിൽ ഈ 10 ഗണിത ചോദ്യങ്ങളില് എന്റെ വിശദീകരണത്തിന്റെ ഭാഗമായി മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ എന്റെ ഫോൺ നമ്പറിൽ വിളിക്കാം.
9400 എങ്കിൽ പരമാവധി ഒന്നുകൂടി ലളിതമാക്കി നിങ്ങൾക്ക് ഏത് ചോദ്യമാണോ മനസ്സിലാകാത്തത്, ചോദ്യമല്ല ആ ഉത്തരം ചെയ്യുന്ന രീതി മനസ്സിലാകാത്തത്, ഞാൻ ഒന്നുകൂടി ലളിതമാക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. ഓക്കെ.